വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൊരു ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. മൂന്നായാലും കുഴപ്പമില്ല, ഒരെണ്ണം ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആഡ് ചെയ്യണം, എങ്ങനെ എത്ര നേരം അപ്ലൈ ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. എനിക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ പിന്നീട് ഞാൻ തന്ന പാക്ക് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് പിന്നീട് കാര്യമൊന്നുമില്ല കേട്ടോ. സോറി. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, എൻ്റെ ഹെയർ കട്ട് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെയ്തതാണ് കേട്ടോ. ഒരുപാട് വർഷമായി ഞാൻ പാർലറിലൊക്കെ പോയിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് ത്രെഡും ഞാൻ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. ഐബ്രോസ് ഒക്കെ ഞാൻ തനിയെ എടുക്കാറാണ് പതിവ്. നൂലുകൊണ്ട് തന്നെ ഞാൻ തനിയെ എടുക്കാറാണ് പതിവ്. അപ്പോൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും കേട്ടോ. നമ്മുടെ ചാനലിൽ ലാസ്റ്റ് വീഡിയോ അതായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണി. അതാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൻ കൂട്ടിയിട്ട് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കണം, വേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഹെയർ പാക്കിലുള്ള സംഭവങ്ങൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നമ്മളുടെ ഉലുവയും കരിഞ്ചീരവും 2 സ്പൂൺ വെച്ചിട്ട് ഇടുക കേട്ടോ. ഈ ടീസ്പൂൺ അളവിൽ മതിയാവും. 2 ടീസ്പൂൺ അളവിൽ 2 ടീസ്പൂൺ ഉലുവ അല്ലെങ്കിൽ 2 ടീസ്പൂൺ കരിഞ്ചീരകം എന്ന അളവിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഉലുവയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടോ, നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. പ്രത്യേകിച്ചും ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെങ്കിൽ അരിച്ച് തന്നെ ഉപയോഗിക്കുക കേട്ടോ. പലരും പറഞ്ഞിട്ടുണ്ട് ഉലുവ നമുക്ക് ഡാൻഡ്രഫിന് നല്ലതാണ് എങ്കിൽ തന്നെ ഉലുവ തേക്കുമ്പോഴത്തേക്കും ചിലർക്ക് ഡാൻഡ്രഫ് കൂടുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലും പേർക്ക് ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും കേട്ടോ. ഉലുവയൊക്കെ അരച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കാതെ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പൊടിയൊക്കെ സ്കാൽപ്പിൽ തന്നെ തങ്ങിയിരുന്ന വിയർപ്പും എണ്ണയും ഒക്കെ കൂടിയിട്ടാകുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ഒരു ഡാൻഡ്രഫിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡാൻഡ്രഫ് ഉള്ളവർക്ക് കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാനിത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മുടി നല്ല രീതിയിൽ ഉള്ളോടെയും കരുത്തോടെയും കൂടിയിട്ട് വളരാനും അതേപോലെ തന്നെ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാനും ഈ കരിജീരകമാണെങ്കിൽ നമുക്ക് പുതിയ മുടികൾ വളരാനൊക്കെ നമ്മൾ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം കഞ്ഞവെള്ളത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മുടി വളരാനും മുടി നല്ല ഷൈനി ആയിട്ടിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൻ്റെ നിറം തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരച്ചെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതേ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് ഞാൻ അരിച്ചെടുത്തത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഞാൻ പറഞ്ഞില്ല, 4ാമതൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഓപ്ഷണലാണ് എന്ന്. നമ്മളുടെ അലോവേര ജെല്ലാണ് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ച അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചധികമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലത് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അലോവേര ജെല്ല് നമ്മുടെ ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സമയം എടുത്ത് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും, അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മളുടെ പാക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത്
നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നല്ല രീതിയിലൊന്ന് ഓയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് നല്ല രീതിയിൽ ഓയിലൊക്കെ തൊട്ട് പുരട്ടി ഒരു മസാജൊക്കെ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് തലയിൽ ഓയിൽ വെച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ ഹെയർ പാക്ക്. നമുക്കിനി ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഫുള്ളായിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡാൻഡ്രഫിനും അതേപോലെ തന്നെ ഹെയർ ലോസിനും അതേപോലെ തന്നെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു പാക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. ഓരോരോ വകച്ചിലായിട്ട് എടുത്ത് എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ. ഇനി നിങ്ങൾക്ക് സമയമില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മസാജ് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ ഒരു മസാജ് കൂടെ കൊടുത്താൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പം ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് എൻ്റെ മുടിയിലും അതേപോലെ തന്നെ ഹെയറിലും ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കെട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും കേട്ടോ. ഇല്ല നിങ്ങൾക്ക് നീരിറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ മാത്രം ഒരു 5 to 10 മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എന്ന് വെച്ചിട്ട് അതിൻ്റെ ഇത് കുറഞ്ഞു പോകുന്നില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് സമയം കൂടുതൽ വയ്ക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് അങ്ങനെ കുറഞ്ഞ സമയത്ത് ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടാഴിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. വീക്ക്ലി ഒരു 2 എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാകും. കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറയുക. ഓൾറെഡി ഇതുപോലെയുള്ള ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഞാനിത് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയും. പ്ലെയിനായിട്ട് തന്നെ വാഷ് ചെയ്ത് കളയും. നിങ്ങളും അതേപോലെ തന്നെ പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഷാമ്പു ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോകുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ. അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് കാണണ്ടേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ടാറ്റാ.